ഹായ് ഗൈസ്, അടുത്തത് നമ്മൾ മെഡിസിനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത് ഫിയോക്രോമോസൈറ്റോമ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഫോർ ഫിയോക്രോമോസൈറ്റോമ. യൂറിൻ വാനലിൻ മാൻഡലിക് ആസിഡ് ലെവൽസ് നോക്കാം, അല്ലെങ്കിൽ സിറം മെറ്റാനോഫ്രിൻ ലെവൽസ് നോക്കാം. ഓക്കെ, MIGBG സ്കാൻ ഉണ്ട്. അത് നമ്മൾ ഫിയോക്രോമോസൈറ്റോമയുടെ ലോക്കലൈസേഷനാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ എപ്പോഴും ആൽഫ ബ്ലോക്കറാണ് ആദ്യം കൊടുക്കുക, പിന്നെയാണ് ബീറ്റ ബ്ലോക്കർ ചെയ്യേണ്ടത്. ആൽഫ ബ്ലോക്കിംഗ് ചെയ്യാൻ ഫിനോക്സി ബെൻസമൈനാണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ പ്രൊപ്രനോളോളൊക്കെ കൊടുത്തിട്ട് സെക്കൻഡ് മാനേജ് ചെയ്യാം. അടുത്തതാണ് എൻഡോക്രൈനോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കുഷിംഗ് സിൻഡ്രോം. മോസ്റ്റ് കോമൺ കോസ് ഓഫ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഹയാട്രോജനിക് ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, സെൻട്രിപീറ്റൽ ഒബേസിറ്റി ഉണ്ടാവും, പർപ്പിൾ സ്ട്രയേഴ്സ് ഉണ്ടാവും, ബഫലോ ഹംപ് ഉണ്ടാവും, മൂൺ ഫേസീസ് ഉണ്ടാവും. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഫോർ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ലോഡോസ് ഡെക്സാമെഥസോൺ സപ്രഷൻ ടെസ്റ്റാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് എത്തിയോളജിയാണ്. കുഷിംഗ് ഡിസീസിന് മെയിനായിട്ട് പിറ്റ്യൂട്ടറി അഡിനോമ കോസ് ചെയ്യാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി അഡിനോമ കാരണം കുഷിംഗ് ഡിസീസ് കുഷിംഗ് സിൻഡ്രോമിൻ്റെ ഒരു എത്തിയോളജിയാണ്. അടുത്തത് എക്ടോപിക് ACTH പ്രൊഡക്ഷനാണ്. അത് യൂഷ്വലി പാൻകോസ് ട്യൂമർ എന്നൊക്കെ നമുക്ക് ACTH പ്രൊഡ്യൂസ് ചെയ്തിട്ട് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാക്കാം. ഓട്ട് സെൽ കാർസിനോമ എന്നത് പാൻകോസ് ട്യൂമറിൻ്റെ വേറൊരു നെയിമാണ്. ഓക്കെ, ഇനി അടുത്തത് സർജറി ആണ്. അൾട്ടിമേറ്റ് മാനേജ്മെൻറ്റ് സർജറിയാണ്. ട്രാൻസ്ഫിനോയിഡൽ സർജറി ഫോർ പിറ്റ്യൂട്ടറി അഡിനോമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.